ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പൊന്ന സഹോദരങ്ങളെ, സുഖമാണോ? കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പ്രഭാതത്തിൽ തന്നെ ടോക്കൺ എടുത്തേക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ എവിടുന്നാ, അത് തന്നെ അട്ടപ്പാടിയിൽ നിന്ന് ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് ഒരു അമ്മച്ചി ഫോൺ വിളിക്കുകയാണ്. അമ്മച്ചി ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ ഇങ്ങനെ കുടുംബാംഗമൊക്കെയാണ്, അപ്പോൾ ഞാനിങ്ങനെ അഭിഷേകാഗ്നിയൊക്കെ കാണും, പിന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. അപ്പോൾ 10 വയസ്സുള്ള ഒരു പേരക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഈ പേരക്കുട്ടി പറയുകയാണ്, ഈ അച്ഛനോട് പറഞ്ഞാൽ മതി, അപ്പോൾ ഈശോ എല്ലാം നമുക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം. 10 വയസ്സുള്ള കൊച്ചാണെന്ന് ഓർക്കണം കേട്ടോ. ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് ആ കൊച്ച് പിന്നെ ഈ 10 വയസ്സുള്ള കൊച്ച് ഈ ഫോൺ നമ്പറൊക്കെ എങ്ങനെ തപ്പി ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നിട്ട് അത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അതായത് മമ്മിക്ക്, അപ്പോൾ ഇത് വല്യമ്മയായിരിക്കും, അപ്പോൾ മമ്മിക്ക് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ അച്ഛനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വല്യമ്മച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയേ, എന്നിട്ട് ഈ കൊച്ച് ഈ നമ്പർ വല്യമ്മ ഒരുപാട് വിളിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഞാൻ ഫോൺ എടുക്കൽ അത്ര എളുപ്പമല്ല, നിങ്ങൾക്കറിയാം. എന്നിട്ട് പറയുകയാണ്, ഈ ദിവസം തന്നെ ഒരു കുറേ പ്രാവശ്യം അമ്മ വല്യമ്മച്ച് ഒന്നുകൂടെ വിളിച്ചു നോക്കി, ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടി. ഞാൻ പിന്നെ സംസാരിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇത് കുഞ്ഞുങ്ങളെ, അതായത് കുഞ്ഞുങ്ങളുടെ ഒരു നിഷ്കളങ്കതയും ഒരു സ്നേഹവും ഒരു വിശ്വാസവും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ ഒരു വചനമുണ്ടല്ലോ, നിങ്ങളെ കർത്താവിൻ്റെ ദാസരെ അല്ലെ പുരോഹിതരെ പ്രവാചകരൊക്കെ വിശ്വസിക്കുവിൻ, കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ചില വചനങ്ങൾ ഓർക്കാണ്. അപ്പം ഞാനൊക്കെ ഒരുപാട് കുറവുള്ള ആളാണ്, പക്ഷേ ദൈവം എന്തോ കരുണ കൊണ്ട് ഈ പ്രാർത്ഥനയെ കേൾക്കുന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് നല്ല വിശ്വാസമാണ് ഈശോയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളോടൊക്കെ വലിയൊരു സ്നേഹമാണ് കേട്ടോ. പ്രൈസ് അല്ലോ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, ഹോസ്പിറ്റലിൽ പിന്നെ ഇപ്പം നമുക്ക് PDMൻ്റെയൊക്കെ ചില ഉപകാരികളിലൊക്കെ ചില മെസ്സേജൊക്കെ ഓർക്കാണ്, വളരെ സീരിയസ് ആയിട്ട് ചില കുഞ്ഞുങ്ങൾ പല ഹോസ്പിറ്റലിൽ, അപ്പം വളരെ സീരിയസ് ആയിട്ട് ഏതെങ്കിലും തരത്തെ ഹോസ്പിറ്റലായിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി നമുക്കൊരു പ്രാർത്ഥന സഹായം എത്തിച്ചു കൊടുക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കുടുംബാംഗം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഒരു വലിയ ദൗത്യം, അതാണ് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജെറമിയ 2:2, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 2:2. അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞെരുക്കകാലമാണ് നല്ല കാലം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ കാര്യമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന് ജെറമിയോട് കർത്താവ് പറയാണ്, നീ ജെറുസലേമിൽ ചെന്ന് വിളിച്ചു പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു. എന്തൊരു സുന്ദര വചനം. അപ്പോൾ ഈജിപ്തിൽ നിന്ന് കർത്താവ് ജനത്തെ കൊണ്ടുവന്ന മരുഭൂമിയിൽ, ആ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ ദൈവം കൊടുക്കുന്ന മന്നയും പാറയിൽ നിന്ന് കൊടുക്കുന്ന വെള്ളവും അവിടുന്ന് കിട്ടുന്ന കാടപ്പക്ഷിയും അങ്ങനത്തെയൊക്കെയുള്ള പലതരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനത്തെയൊക്കെയുള്ള ഒരവസ്ഥകളിലൂടെ ജീവിച്ചു പോയ ആ കാലത്ത് ആ ജനത്തിന് ദൈവത്തോടുണ്ടായിരുന്നതിന്റെ സ്നേഹവും വിശ്വസ്തതയെക്കുറിച്ച് ദൈവം പറയാം. ഓക്കെ, ഇടയ്ക്ക് ചില ഒരു കുത്തിത്തിരിപ്പ് സ്വഭാവമൊക്കെ ഉണ്ട്, എന്നാലും അത് പെട്ടെന്ന് ശരിയാവും. അപ്പോൾ അതാണ് അതിൽ പറയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിന്റെ യൗവന കാലത്തിന്റെ വിശ്വസ്തത, ആ വധുവിനടുത്ത സ്നേഹം അല്ലേ. ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു സ്നേഹത്തിന്റെ തീവ്രതയുണ്ട് എന്ന് പറഞ്ഞത് പോലെ. അപ്പം അതുകൊണ്ടാണ് ഈ വെളിപാട് പുസ്തകത്തിലെ വചനമില്ല അല്ലേ, നീ എവിടെ നിന്നാണ് അല്ലെ നിന്റെ പഴയ സ്നേഹം. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടോ, നല്ല പ്രാർത്ഥനയിലും കൃപയിലൊക്കെ വരുന്നു, നമ്മൾ വിദ്യാഭ്യാസമായി വലിയ അറിവായി, പിന്നെ വലിയ വലിയ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, പിന്നെ എന്താണ് പറയുന്നത്, പല സംഭവങ്ങളൊക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് ദൈവശാസ്ത്രം അതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ ലോകത്തിൻ്റെതായ അറിവുകളും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെറിയ കാര്യം ഇത്. ഞാൻ വേറെ വിവരമില്ലാത്തവരൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ധ്യാനമൊക്കെ പോകുന്നത്, വിവരമുള്ളതിന് പോകാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എൻ്റെ സഹോദരങ്ങളെ, ഇപ്പം വിവരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ചിന്തിച്ചു നോക്കണം അല്ലേ. അറിവ് വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് അറിവ് വരുമ്പോൾ കൂടുകയല്ലേ ചെയ്യേണ്ടത്. വലിയ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഓക്കെ കണ്ടോ. ആ ഒരർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് ദൈവം ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് ഞെരുക്കം ഉണ്ടെന്നുള്ളത് ശരി തന്നെ, പക്ഷെ ദൈവം ഉണ്ടല്ലോ, ദൈവത്തിന്റെ പരിപാലനം മതി ധൈര്യമായിട്ടിരിക്കും കേട്ടോ.
അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രഭാതത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു ആനന്ദവും സന്തോഷവും നൽകി കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകട്ടെ. കർത്താവായ ദൈവമേ, വൈകുന്നേരങ്ങളിൽ പിറ്റേ ദിവസം രാത്രി പകല സമയത്ത് ടോക്ക് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഈശോയുടെ വലിയൊരു സ്നേഹം കൊണ്ട് നിറയട്ടെ. ഞെരുക്കങ്ങളിൽ പരിപാലിക്കുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആധ്യാത്മികത നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഏത് വിധത്തിൽ ദുഷ്ടാരൂപിയാണെങ്കിലും ഈ ആശ്രമ സമയത്ത് ആര് വിശ്വസിക്കുന്നുവോ പരിശുദ്ധയുടെ പ്രത്യേക മധ്യസ്ഥ പ്രത്യേക സഹായത്തെ മിഖായലിന്റെ പ്രത്യേക ഇടപെടൽ ദുഷ്ടാരൂപി നീ വിട്ടോട്. കുരിശിന്റെ ഇവിടെ നിബന്ധിക്കപ്പെടട്ടെ. നിങ്ങളുടെ ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകട്ടെ. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് സമാധാനത്തിന്റെ രാത്രിയാകട്ടെ. കർത്താവ് നാളത്തെ പ്രഭാത അനുഗ്രഹത്തിന്റെ പ്രമാദമായി മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ഹോസ്പിറ്റൽ വളരെ സീരിയസ് ആയിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചേട്ട കുരിശുമരണത്തിന് ഉത്ഥാനത്തിൽ യോഗ്യത പിതാവെ പ്രീതികരമായി തീരട്ടെ. കർത്താവ് ഞങ്ങളിപ്പോൾ നടക്കുന്ന പ്രാർത്ഥന ആരൊക്കെ കേൾക്കുന്നോ അവർക്കതൊരു അനുഗ്രഹമായി മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.